അഭിവന്യ അലക്സ് പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട അനൂപച്ചൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പള്ളിമുറ്റത്ത് നിൽക്കുന്ന പൂന്തോട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല റോസാപുഷ്പങ്ങളാണ് അൾത്താരയിൽ വയ്ക്കാൻ വേണ്ടി അറുത്തെടുക്കുന്നത്. പള്ളിമുറ്റത്ത് വരുന്നവർക്ക് തോന്നും, ആ മനോഹര പുഷ്പങ്ങൾ കുറച്ചുകൂടി ആ തോട്ടത്തിൽ നിന്നിരുന്നെങ്കിൽ എല്ലാവർക്കും അത് കാണാമായിരുന്നു, അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കാമായിരുന്നു. അത് പറിച്ചെടുത്തുകൊണ്ട് പോയല്ലോ എന്ന് പരാതിപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അനൂപച്ചൻ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 10 വർഷം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് രൂപതാധികാരികളെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അനൂപച്ചനെ കുറിച്ചുള്ള ഭൂമിയിലുള്ള എൻ്റെ പദ്ധതി അനൂപച്ചൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് അനൂപച്ചനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കർത്താവായ ഈശോ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നമുക്കാർക്കും അത് ചോദ്യം ചെയ്യാനാവില്ല. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ അനുസ്മരിച്ചു. ഈശോ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ ഏറ്റവും ചെറിയവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. പ്രിയപ്പെട്ട അനൂപച്ചനെ അടുത്തറിയാവുന്നവർക്ക് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, വളരെ ലോലമായ മനസ്സിൻ്റെ, നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമ. ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ഏറ്റെടുക്കാനും ആഗ്രഹിച്ചിരുന്ന സ്ഥാനമാനങ്ങളോ ജീവിതത്തിൽ അതുപോലുള്ള പ്രത്യേകമായിട്ടുള്ള അഭിലാഷങ്ങളോ ഒന്നുമില്ല. രൂപതാധികാരികൾ ഏൽപ്പിക്കുന്ന കാര്യം സന്തോഷത്തോടെ ഏറ്റെടുക്കാനുള്ള മനസ്സുള്ള ഒരു യുവ വൈദികൻ. ബാച്ചുകാരായിട്ടുള്ള വൈദികരുമായിട്ട് നിരന്തരം നല്ല സൗഹൃദം പുലർത്തുന്നു. കുടുംബാംഗങ്ങളുമായിട്ടും സ്വന്തക്കാരുമായിട്ടും താൻ ആയിരുന്ന സ്ഥാപനങ്ങളിലും ഇടവകളിലുമൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടെല്ലാം വളരെ സൗഹൃദം പുലർത്തുന്ന സ്നേഹമയായ ഒരു വൈദികൻ. സരസമായും സ്നേഹത്തോടെയും എല്ലാവരോടും ആദരവോടെയും ഒക്കെയാണ് അച്ഛൻ ഇടപെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നലെ കുന്നലാടി ഇടവക, അച്ഛൻ്റെ സ്വന്തം ഇടവകയിൽ ചെന്നപ്പോൾ അച്ഛനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ ആ ഇടവകയിലെ അച്ഛൻ്റെ പ്രിയപ്പെട്ടവർ മാത്രമല്ല, മറ്റു മതസ്ഥരായ ആളുകൾ കൂടി അവിടെ സന്നിഹിതരായിരുന്നു. കാരണം അച്ഛൻ്റെ സ്നേഹവലയം വളരെ വിപുലമായിരുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ്. അവരും ഈ പെട്ടെന്നുള്ള വേർപാടിൽ ദുഃഖിക്കുന്നത് കാണാൻ ഇടവന്നു. പ്രിയപ്പെട്ട അനൂപച്ചൻ കഴിഞ്ഞ 2 ആഴ്ചയായി രോഗബാധിതനായിരുന്നു. കല്ലുമുക്ക് ഇടവകയിലായിരുന്നപ്പോൾ ജലദോഷവും പനിയുമൊക്കെ കുറച്ചുണ്ടായിരുന്നിട്ടും തിരുനാളിൻ്റെ കാര്യങ്ങൾ, സ്ഥലം മാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വ്യഗ്രതകൾ കൂടുതൽ അച്ഛൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നതുകൊണ്ട് പനിയും അതുപോലെ ജലദോഷമോ ക്ഷീണമോ ഒന്നും വകവയ്ക്കാതെ അച്ഛൻ സാധാരണ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനത്തിൽ പോകേണ്ടിടത്തെല്ലാം യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ രോഗം വർദ്ധിക്കാനും അത് ന്യൂമോണിയ ആയിട്ട് രൂപാന്തരപ്പെടാനും ഒക്കെ ഇടവന്നത്.
എങ്കിലും ആരോടും തൻ്റെ രോഗകാര്യങ്ങളോ തൻ്റെ ജോലിഭാരമോ ദുഃഖങ്ങളോ ഒന്നും പറയാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛൻ ആ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതിരുന്നപ്പോഴും ആരെയും വിളിച്ചില്ല. ഒരു തരത്തിലൊക്കെ നേരം വെളുപ്പിച്ചപ്പോൾ അച്ഛൻ കുർബാന ചെല്ലാൻ പോകാറുണ്ടായിരുന്ന അസംഷൻ ഗവൺമെന്റിലെ സിസ്റ്റർ ഇക്കാര്യം അറിഞ്ഞ് അവിടെയുള്ള കൈക്കാരന്മാരോട് ആവശ്യപ്പെടുകയും അവർ അച്ഛനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അച്ഛൻ ഇത്രയും ഒരു ദുരിതാവസ്ഥയിൽ ദുഃഖത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞത്. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ്റെ ലങ്സൊക്കെ ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി വിദഗ്ധമായ ഡോക്ടേഴ്സിൻ്റെ സേവനം ആവശ്യമാണ്. അങ്ങനെ കോഴിക്കോട് ബേബി മെമ്മോറിയലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ന്യൂമോണിയയുടെ പ്രശ്നമുണ്ട്. അച്ഛന് നേരത്തെ തന്നെ ചെറിയൊരു അറ്റാക്ക് വന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഹാർട്ടിന് ബ്ലോക്കുണ്ട്. അതെല്ലാം ഓരോ വിധത്തിൽ ഓരോന്നായിട്ട് മരുന്നുകൊണ്ടും ആൻജിയോഗ്രാം കൊണ്ടും ആൻജിയോപ്ലാസ്റ്റി കൊണ്ടൊക്കെ പരിഹരിച്ചുകൊണ്ട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഡോക്ടേഴ്സ് പറയുന്നെങ്കിലും വെന്റിലേറ്ററിലായിരുന്നു. ക്രമേണ മരുന്നുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആ ഡോക്ടർമാരുടെ പരിചരണം കൊണ്ടുമൊക്കെ അച്ഛനൊരുവിധം മെച്ചപ്പെട്ടു വരികയായിരുന്നു. ഓക്സിജൻ ലെവലൊക്കെ നേരെയായി വരുന്നു. ഇതുപോലെ BP-യുടെ ലെവലും ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ടായിരുന്നു. തലയിൽ ഒരു ഞരമ്പ് പൊട്ടിയതിൻ്റെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ ഡോക്ടേഴ്സ് ക്രമീകരിച്ചുകൊണ്ട് വെന്റിലേറ്ററൊക്കെ സാവകാശം മാറ്റി മിനിങ്ങാന്ന് വൈകുന്നേരം അച്ഛൻ എല്ലാവരോടും സംസാരിച്ചു. ഏറ്റവും അവസാനമായിട്ടും ഏറ്റവും കൂടുതലായിട്ടും അച്ഛൻ സംസാരിച്ച് സ്വന്തം അമ്മയോടാണ്. അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അമ്മയെ കാണുന്നതും അമ്മയുടെ സാമീപ്യവും സാന്ത്വനവും ഒക്കെ അനുഭവിക്കുന്നത് അച്ഛന് ഒത്തിരി ശക്തി പകരുന്നതായിരുന്നു. അങ്ങനെ അമ്മ മകനോട് സംസാരിച്ച് ശാന്തമായിട്ട് ഉറങ്ങാനൊക്കെ പറഞ്ഞ് മിനിങ്ങാന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങി. പക്ഷേ ഇന്നലെ നേരം വെളുത്തപ്പോൾ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ അച്ഛന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഡോക്ടേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അത് വളരെ ഒരു ഷോക്കായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഇന്നലെ അച്ഛനെ മുറിയിലേക്ക് മാറ്റും. ഇനി അച്ഛന് വെന്റിലേറ്ററിൻ്റെ ഒന്നും സഹായം കൂടാതെ ശ്വസിക്കാനും അതുപോലെ ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ സാധിക്കും എന്ന പ്രതീക്ഷയിൽ എല്ലാവരും കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ വേർപാട്. തീർച്ചയായും ഈ വേർപാടിൽ ഏറ്റവും ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളെയും അനുജൻ അജീഷിനെയും അനുജൻ്റെ ഭാര്യ തുഷാരെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഹൃദയപൂർവമായ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ്. അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്ന് കുറച്ച് മെച്ചപ്പെടാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇനി അല്പമൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട് അല്പമൊക്കെ വിശ്രമിച്ചിട്ട് ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കണം, ഒത്തിരി കാര്യങ്ങൾ ഇനിയും പ്രവർത്തിക്കാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തയും ആഗ്രഹവുമൊക്കെ അച്ഛനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് അനൂപച്ചനെ കുറിച്ച് ഉദ്ദേശിച്ചിരുന്ന പദ്ധതി പൂർത്തിയായി എന്നത് ദൈവം മാത്രമാണ് അറിഞ്ഞത്, നമ്മൾ ആരും അറിഞ്ഞില്ല. കർത്താവിൻ്റെ പദ്ധതിക്ക് അച്ഛനെ നമുക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അടുത്ത നാളിൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കാർലോ അക്വിത്തിസ് മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. എല്ലാ വിധത്തിലും സമർത്ഥൻ, എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെട്ട ഒരു നല്ല കുട്ടി 15 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ദൈവം വിളിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൾ എന്ന നിലയിൽ എല്ലാവരുടെയും കണ്ണിലുണിയായിരുന്നു. മഠത്തിൽ ചേർന്ന് 10 വർഷം പോലും സന്യാസ ജീവിതം പൂർത്തിയാക്കുന്നതിന് മുമ്പ്, 25 വയസ്സ് തികയുന്നതിന് മുമ്പ് ദൈവം വിളിച്ചു. ഇത് ദൈവത്തിൻ്റെ വഴികളാണ്. നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുമില്ല. ദൈവം നിശ്ചയിച്ച സമയമായി ദൈവം വിളിച്ചു.
എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അച്ഛൻ കടന്നു പോകുന്നത്. ആയിരുന്ന ഇടവകകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അച്ഛനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അച്ഛൻ നിറവേറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ ഇടപെടുകയും അച്ഛൻ്റെ സാന്നിധ്യം എല്ലാവർക്കും വളരെ സന്തോഷവും പ്രചോദനവും നൽകുന്നതായിരുന്നു എന്നോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. മാനന്തവാടി രൂപതയെ സംബന്ധിച്ചിടത്തോളം, വൈദികരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടവും വലിയ ദുഃഖവും ഉണ്ട് ഈ വേർപാടിൽ. എങ്കിലും കർത്താവ് തന്നെ അതെല്ലാം പരിഹരിക്കുമെന്ന പ്രത്യാശയിൽ, പ്രത്യേകിച്ച് ഈ അൾത്താരയുടെ മുമ്പിലായിരിക്കുന്ന അനൂപച്ചൻ്റെ ഭൗതികദേഹം ഈ അവസരത്തിൽ ഏറ്റവും നിശബ്ദമായി നമ്മളോട് യാത്ര പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, 2 ആഴ്ച മുമ്പ് കല്ലുമുക്ക് ഇടവകയിൽ അവസാനമായി വിശുദ്ധ ബലി അർപ്പിച്ച് ബലിപീഠം ചുംബിച്ചുകൊണ്ട് ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ അച്ഛൻ തീർച്ചയായിട്ടും ഇനിയും വരുമെന്ന പ്രതീക്ഷയായിരുന്നിരിക്കാം അച്ഛനുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ആ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ പിന്നീട് അച്ഛന് വരാൻ സാധിച്ചില്ല. അവിടെ അവസാനമായിട്ട് ആ ബുധനാഴ്ച ബലി അർപ്പിച്ച് കർത്താവിന് അതുവരെ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞതുകൊണ്ട് വിരാമമിടുകയായിരുന്നു. എങ്കിലും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും അനുസരിച്ച് ഈ ലോകത്തിലെ ജീവിതം നിത്യമായിട്ടുള്ള ഒന്നല്ല. നമ്മളെല്ലാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട്, ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട്, കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ സമ്മാനത്തിന് വേണ്ടി ഒരുങ്ങുക, ആ ലക്ഷ്യത്തിലേക്ക് ഓടുക. അതാണ് നമ്മളെല്ലാവരുടെയും ദൗത്യം. പെട്ടെന്നുള്ള വേർപാടുകൾ നമ്മളെ പ്രത്യേകമായിട്ടും കൂടുതൽ ആത്മശോധനയ്ക്ക് അവസരമാവുകയാണ്. നമ്മളുടെ പ്ലാൻ അനുസരിച്ച് ഇനിയും നീണ്ട വർഷങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിനെന്ന് നമുക്കാർക്കും ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ എപ്പോൾ വരുമെന്ന് വീട്ടുടമസ്ഥന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരുന്ന് ജാഗ്രതയോടെ ആയിരിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ അറിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ഉണർവുള്ളവരായിരിക്കണം. മണവാളനെ സ്വീകരിക്കാൻ വിളക്ക് തെളിച്ച് കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ നിങ്ങളെപ്പോഴും നന്മ ചെയ്തുകൊണ്ട് ജാഗരൂകരായി കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഇതുപോലുള്ള വേർപാടുകൾ നടുക്കത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനം നിത്യജീവിതമാണ്. ഈ നിത്യജീവിതത്തിൽ വീണ്ടും തീർച്ചയായും അനൂപച്ചനെ കർത്താവായ ഈശോയുടെ മഹത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെയാണ് നമ്മളിപ്പോൾ അച്ഛനെ യാത്രയാക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. മാതാപിതാക്കളുടെ 2 മക്കളിൽ മൂത്ത മകനാണ് അനൂപച്ചൻ. അനൂപച്ചൻ നിരന്തരമായിട്ട് അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇടയ്ക്കൊക്കെ ഭവനെ സന്ദർശിച്ച് അവരുമായി സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാതാപിതാക്കൾക്ക് വലിയ ദുഃഖമുണ്ടെങ്കിലും അവര് പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിക്കുന്ന വിധത്തിൽ ഏറ്റവും നല്ല ചികിത്സ പരിചരണമൊക്കെ അച്ഛന് കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ മനുഷ്യൻ്റെ പരിമിതി വെളിപ്പെടുത്തുകയാണ് ഈ വേർപാട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ദുഃഖം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇതിൽ പങ്കുചേരുന്നു. കർത്താവായ ഈശോ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരന്തരം ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്ന അനുജൻ ഹജീഷിനെയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹോദരങ്ങളെയും ഒക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. തുടർന്ന് തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്.
അതോടൊപ്പം തന്നെ മറ്റു വൈദികർ ഇനിയും നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ മകനെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അവരെയും കാണുകയും നിങ്ങളുടെ സ്നേഹം അവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് അനൂപച്ചനിലൂടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം അനൂപച്ചനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്നത്തെ ഈ ബലിവസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ ആ കാസായോടും പിലാസയോടും ചേർന്ന് അനൂപച്ചനെ നമുക്ക് സമർപ്പിക്കാം. ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ ജീവിതകാലത്ത് അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളും ദൈവം കരുണാപൂർവ്വം ക്ഷമിച്ച് നിത്യ സൗഭാഗ്യം നൽകി അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന്, ചെയ്തിട്ടുള്ള എല്ലാ നന്മ പ്രവൃത്തികൾക്കും 100 മടങ്ങായിട്ട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് കരുണയുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അച്ഛൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവരെയും കർത്താവായ ഈശോ ആശ്വസിപ്പിക്കട്ടെ. വീണ്ടും സ്വർഗീയ ഭവനത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ സാധിക്കും എന്ന പ്രത്യാശയോടുകൂടി നമ്മുടെ അവസാനമായിട്ടുള്ള അഭിവാദനങ്ങൾ അനൂപച്ചന് അർപ്പിച്ചുകൊണ്ട് കർത്താവിന് അച്ഛനെ സമർപ്പിക്കാം. ദൈവം നിത്യ സൗഭാഗ്യം നൽകി അച്ഛനെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ